ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇന്ന് തൃശ്ശൂരിലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇത്രയും വലിയൊരു ഉത്സവം നമ്മുടെ ഈ തൃശ്ശൂർ പരിസരത്തുണ്ടോ എന്ന് സംശയമാണ്. തൃശ്ശൂർ പൂരം തൃശ്ശൂർക്കാരുടെ മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു ദേശീയോത്സവം പോലെ ആയിട്ടുണ്ട്. കുടമാറ്റത്തോടെ ഒരുപാട് ദൃശ്യവിസ്മയം കണ്ടു. ഇനി നാളെ വെടിക്കെട്ടുമുണ്ട്. എന്തായാലും തൃശ്ശൂർ പൂരം അവസാനിക്കുമ്പോൾ വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ സംതൃപ്തമായ ഒരുപാട് മുഖങ്ങൾ നമ്മൾ കണ്ടു. പ്രൈം ടൈം ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. കോഴിക്കോട് തേർവീട് ലൈനിലെ ഗോഡൌണിൽ തീപിടിച്ചു. 4 ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് തീപിടിച്ചത്. മിഥില ബാലൻ കോഴിക്കോട് വിവരങ്ങളുമായി ചേരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മിഥില, എന്താണ് ശരിക്കും സംഭവിച്ചത്? SKN വൈകുന്നേരം 7 മണിയോടെയാണ് ഈ ഒരു തീപിടുത്തമുണ്ടായത്. തൊട്ടടുത്തുള്ള ഒരു ജനവാസ മേഖലയാണിത്. ഈ തൊട്ടടുത്തുള്ള വീടുകൾ, അടുത്തടുത്ത് വീടുകളുണ്ട്. ആ വീട്ടിലുള്ള ആരോ ആണ് ഇത്തരത്തിൽ പുക ഉയരുന്നത് കണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബിൽഡിംഗ് ഇരുനില ബിൽഡിംഗ് ആണ്. അത് പൂർണ്ണമായും കത്തുകയായിരുന്നു. വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് സൂക്ഷിച്ച ഒരു സൂക്ഷിച്ചിരുന്ന ഗോഡൌൺ ആണിത്. ഇത് പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് ഈ സ്ഥലത്തെത്തി തീ അണച്ചു. 1 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഈ ഒരു ഇടുങ്ങിയ വഴിയാണ് ഇങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് എത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഈ ഫയർഫോഴ്സിന്റെ വണ്ടി എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് വലിയ രീതിയിൽ ഒരു തീ അണയ്ക്കുന്നതിന് ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും കഠിനമായ പരിശ്രമത്തിനൊടുവിൽ 1 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ബിൽഡിംഗ് എത്തിയിട്ടുണ്ട്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ചെറിയ രീതിയിൽ പുക വരുന്നുണ്ട്. ഇത് വാഹനത്തിന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനത്തിന്റെ ടയർ ഉൾപ്പെടെയുള്ള സ്പെയർ പാർട്സുകൾ സൂക്ഷിച്ച ഗോഡൌൺ ആണ്. അത് പൂർണ്ണമായും കത്തുകയായിരുന്നു. എന്താണ് ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തത്തിന് കാരണം എന്നത് വ്യക്തമല്ല. അത് ഒരുപക്ഷെ എത്രത്തോളം നാശനഷ്ടമുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ നാളെ ആയിരിക്കും നമുക്ക് വ്യക്തമാവുക. എന്തു തന്നെയാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ആ സ്പെയർ പാർട്സ് അവശേഷിച്ച സ്പെയർ പാർട്സ് മറ്റും സാധനങ്ങളാണ്. എന്തു തന്നെയായാലും ആർക്കും പരുക്കോ മറ്റു കാര്യങ്ങളോ ആരും ഇതിൽ അകപ്പെടുക അത്തരം കാര്യങ്ങളൊന്നും അത്യാഹിതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ബിൽഡിങ്ങിലുള്ള സാധനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 യൂണിറ്റ് ഫയർഫോഴ്സ് ബീച്ച്, മീഞ്ചന്ത, ഒപ്പം തന്നെ വെള്ളിമാട് കുന്ന് ഇവിടങ്ങളിൽ നിന്നുള്ള 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് 1 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. എന്നിരുന്നാൽ പോലും ചെറിയ രീതിയിൽ പുക ഉയരുന്നുണ്ട് ഇവിടുന്ന്. SKN. ഓക്കെ, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് പൂരം അരങ്ങേറി. നിങ്ങൾക്കറിയാം, മനം നിറച്ച് കുടമാറ്റം. പൂരപ്രേമികളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചു ഇന്നത്തെ കുടമാറ്റം. തെക്കൻകാട് മൈതാനിയിൽ തടിച്ചുകൂടിയ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി വർണ്ണക്കുടകൾ കൊണ്ട് തിരുവമ്പാടിയും പാറമേക്കാവും വിസ്മയം തീർത്തു. ഇനി മാനത്ത് വർണ്ണങ്ങൾ വിരിയുന്ന വെടിക്കെട്ടിനായുള്ള കാത്തിരിപ്പാണ് നാളെ പുലർച്ചെ. സൂരജ് സജിയും വിപിൻ സി വിജയനും തത്സമയം ചേരുകയാണ്. ആദ്യം വിപിൻ സി വിജയനിലേക്ക്. വിപിൻ സി വിജയൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പൂരാവേശം കെട്ടടങ്ങിയിട്ടില്ല. ഇനി നാളെ വെളുപ്പിന് വെടിക്കെട്ട് കൂടിയുണ്ട്. എന്താണ് വിവരങ്ങൾ? അതേ SKN, ഇപ്പോൾ ആ കുടമാറ്റം കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ന് വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു നഷ്ടമെന്ന് ഓരോ പൂരപ്രേമിയും കരുതുന്ന അത്രത്തോളം ആവേശവും തിളക്കവുമാർന്ന ഒരു ഏടായിരിക്കുന്നു ഇന്നിപ്പോൾ. ഈ വൈകുന്നേരമാകുമ്പോൾ കുടമാറ്റം കഴിഞ്ഞിരിക്കുന്നു, ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞിരിക്കുന്നു, മഠത്തിൽ വരവ് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെയൊക്കെ ആസ്വാദനം, അതിൻ്റെ തലപ്പത്ത് ആസ്വദിച്ചുകൊണ്ട് ഒരു പൂരപ്രേമിയും ഇപ്പോൾ ഇവിടെ വിട്ടുപോകുന്നില്ല എന്നുള്ളതാണ്. ഓരോ ഇടവഴികളിലെയും നമുക്ക് കാണാം അത്രത്തോളം ആളുകളുണ്ട്. അപ്പോൾ ഇനി എന്ത് എന്നൊരു ചോദ്യം ഇങ്ങനെ അവശേഷിക്കുകയാണ്. അത് വെടിക്കെട്ട് എന്നുള്ളത് തന്നെയാണ് ഉത്തരം. അതിനുള്ളൊരു കാത്തിരിപ്പാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് വെടിക്കെട്ട്. ഒപ്പം തന്നെ ഈ കുടമാറ്റത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയണം. വരാഹമൂർത്തിയും നരസിംഹവും ഒക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു കുടമാറ്റം തന്നെയായിരുന്നു ഇന്ന് കാണാൻ സാധിച്ചത്. അതിൽ മുരുകനുണ്ടായിരുന്നു. ഒപ്പം തന്നെ 10 പതിറ്റാണ്ടിന് ശേഷം തൃശ്ശൂരിലേക്ക് എത്തിയ ആ ഒരു കലോത്സവത്തിൻ്റെ കപ്പും ഈ ഒരു തെക്കേ ഗോപുര നടയിൽ നടന്ന കുടമാറ്റത്തിൽ താരമായി. ഒപ്പം തന്നെ വളരെ നല്ല അതിമനോഹരമായിട്ടുള്ള കുടകളായിരുന്നു. അതിൻ്റെ ഒരു ചേല് അത് എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. 1 2 അല്ല, അതിൻ്റെ ലൈറ്റുകൾ അണിച്ച LED വിസ്മയം തീർത്ത് അങ്ങനെ കുടകളിൽ കഴിയാവുന്നതിൻ്റെ ഏറ്റവും തലപ്പത്ത് തന്നെയുള്ള എല്ലാ വിസ്മയവും ഇന്ന് കാണാൻ സാധിച്ചിരുന്നു. സൂരജ് സജി കൂടിയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സൂരജ്?
അടിപൊളി. അതായത് കുടമാറ്റം പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഫീലായിരുന്നു. അതായത് വ്യത്യസ്തമായ കുടകളുണ്ടായിരുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു കലോത്സവത്തിന് ഒരു പതിറ്റാണ്ട് ശേഷമുള്ള കപ്പ്. തൃശ്ശൂരുകാരനല്ല, എന്നാൽ പോലും തൃശ്ശൂരിനെ സംബന്ധിച്ച് അതടക്കം ഈ കുടമാറ്റത്തിന് എത്തി എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, പല സസ്പെൻസുകളും ഉണ്ടാകും. പലപ്പോഴും ഈ തിരുവമ്പാടിയും പാറമേക്കാവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർ പലരും നമ്മളോട് ഈ രഹസ്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ പ്രേക്ഷകരോട് നമുക്കിത് പറയാൻ പറ്റില്ല, കാരണം അവർ അവസാന നിമിഷം വരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ സസ്പെൻസാണ്. എന്തായാലും ഇനിയിപ്പോൾ നടക്കാനുള്ള ചടങ്ങുകൾ, അതായത് ഈ പകൽ സമയം നടന്ന ചടങ്ങുകളുടെ ആവർത്തനം അത് ഉണ്ടാകും. ഇപ്പോൾ രാത്രി തന്നെ ഈ മടത്തിൽ വരവുണ്ടാവും, അതോടൊപ്പം തന്നെ ഈ പാറമേക്കാവിൻ്റെ വരവുണ്ടാകും. അതിനൊക്കെ ശേഷമാണ് ഈ രാത്രി പുലർച്ചെ 3 മണിയോടുകൂടി ഇനിയിപ്പോൾ വെടിക്കെട്ട് നടക്കുക. പക്ഷേ ഈ ആളുകളൊന്നും പോകുന്നില്ല. വിപിൻസി സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ആ തൃശ്ശൂർ കോർപ്പറേഷൻ മുന്നിലൊക്കെ വലിയ തിരക്കാണ്. ആ റോഡാകെ നിറഞ്ഞ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവരാരും പോകില്ല. ഈ ഭക്ഷണമൊക്കെ കഴിച്ച് പലപ്പോഴും ഈ ഹോട്ടലുകളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ഭക്ഷണം പോലും കിട്ടില്ല. പക്ഷേ അവരെല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്യുകയും പിന്നീട് ഈ വെടിക്കെട്ട് കണ്ടതിന് ശേഷം മാത്രമേ അവരെല്ലാവരും പോകൂ. എന്തായാലും വെടിക്കെട്ടിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഒരു കാര്യം പറയാനുള്ളത്, പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ട് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ആ വെടിക്കെട്ട് കൂടി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. ഒപ്പം തന്നെ സുർജിത്ത് ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഈ പൂരപ്പറമ്പിലൂടെ ഇങ്ങനെ നടക്കുകയാണ് SKN. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് ഈ പൂരത്തിൽ? പൂർണ്ണമായും ആനകളാണ്. ആനകളുടെ ഒരു വൈവിധ്യം, അത് വെറൈറ്റി, അത് ഗംഭീരമായി. മാത്രമല്ല ഞാൻ പൂർണ്ണമായും രാവിലെ മുതൽ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ്റെ ഒരു ബിഗ് ഫാനാണ്. സ്വാഭാവികമായിട്ട് ആനയുടെ പിറകെയായിരുന്നു. എപ്പോഴും വലിയ ആൾക്കൂട്ടം എപ്പോഴും പ്രകടമായിരുന്നു. അതിനൊരു ആഘോഷം ഭയങ്കരമായിരുന്നു. പിന്നെ കുടമാറ്റം പൂർണ്ണമായും കണ്ടു. കുടമാറ്റത്തിൽ വൈവിധ്യമാർന്ന കുടകൾ, അത് ഓരോ പൂരത്തിനും, അതായത് 11ാമത് പൂരമാണ്, ആ ഓരോ പൂരക്കാലത്തും മാറ്റങ്ങൾ വല്ലാതെ ഉണ്ടാവുന്നുണ്ട്. വൈവിധ്യമാർന്ന കുടകളാണ് ഇത്തവണയും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അടുത്ത പൂരക്കാലത്തിന് വെയിറ്റ് ചെയ്യാണ് നമ്മളൊക്കെ. അടുത്ത പൂരം എന്നുള്ള അല്ലേ? അത് അവിടെ ഒരു ടീമുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങളൊക്കെ എവിടുന്നാ? എന്നെ ചേട്ടാ പെരുമ്പാവൂരിന്നാണ്. കാണാൻ പാടില്ല, കോല കാണാൻ പാടില്ലേ, ഇതാണ് ആവേശം നമ്മുടെ. അവരാണ്. ഓ പിന്നെ എല്ലാ പ്രാവശ്യം തന്നെയാ. പിന്നെ പൊളിച്ചു. ആ അവിടെ ഞാൻ ഒല്ലൂര്. ആ പൊളിക്കണേ. നീ വെടിക്കെട്ട് കണ്ടിട്ട് പോണോ? അതും കൂടി കഴിഞ്ഞിട്ടേ ഇന്ന് തിരിച്ചു പോക്കുള്ളൂ. എത്ര മണിയായാലും അത് കഴിഞ്ഞ് പോക്കുള്ളൂ. സീന് പിന്നെ അടിപൊളി വൈബ്, പോലെ വൈബ് വെടിക്കെട്ട് പോകണല്ലോ. അതന്നെ പൊളിക്കും. 2 മണിക്കൂറോളം ഇതുപോലെ തന്നെ നിൽക്കുകയായിരുന്നു. ഈ 2 വിഭാഗങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു പുരുഷാരമുണ്ടല്ലോ, അത്രത്തോളം അതിൽ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയായിരുന്നു ഓരോ ആളുകളും. ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അത്ര വലിയ ജനസഞ്ചയത്തിൻ്റെ ഇടയിൽ വെച്ചായിരുന്നു ഇപ്പോൾ കുടമാറ്റം കഴിഞ്ഞിരിക്കുന്നത്. വിശ്വപ്രസിദ്ധമായ കുടമാറ്റം എന്ന് തന്നെ പറയാം. മറ്റെവിടെയെങ്കിലും ഇങ്ങനെയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തൃശ്ശൂരിൻ്റെയും മലയാളികളുടെയും ഒക്കെ ഒരു സ്വകാര്യ അഹങ്കാരം. അപ്പോൾ ഇനി വെടിക്കെട്ടിനായുള്ള കാത്തിരിപ്പ്, അതിനൊപ്പം തന്നെ നാളെ ഉപചാരം ചൊല്ലി പിരിയുകയാണ്. ഇനി അടുത്ത വർഷം വീണ്ടും കാണാമെന്നുള്ള എല്ലാ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ഒക്കെ നമ്മൾ പിരിയുകയാണ്. അതിനു മുൻപ് ഇന്നിപ്പോൾ രാത്രി ഇനി വീണ്ടും ഈ ചടങ്ങുകൾ, ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ നടക്കും. ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഇതാ 10,000-കണക്കിന് ആളുകൾ ഇപ്പോഴും തൃശ്ശൂരിൽ അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പൂരത്തിന്റെ ഏറ്റവും വൈവിധ്യമാർന്ന വൈബ്. SKN. വിപിൻ സി വിജയനും കൂടി ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കൂ. കാര്യം സുർജിത്ത് അയ്യപ്പത്തും സൂരജ് സജിയും ഐസ്ക്രീം കഴിക്കല്ലേ. ഇനി അവിടെ ശ്രീകാന്ത് അവിടെ കാണാൻ കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കും വാങ്ങിച്ചു കൊടുക്കും ഒരു ഐസ്ക്രീം. നമ്മുടെ വാർത്താ സംഘം അവിടെ തന്നെ തുടരുകയാണ്. നാളെ രാവിലെ 3 മണി മുതൽ വെടിക്കെട്ട് തത്സമയം നമ്മൾ സംപ്രേഷണം ചെയ്യും. ഈ പൂരത്തിനെത്തിയ മിക്ക ആളുകളും ഇനി പിരിഞ്ഞു പോകണമെങ്കിൽ നാളെ രാവിലെയുള്ള പുലർച്ചെയുള്ള വെടിക്കെട്ട് കൂടി കണ്ടേ മടങ്ങിപ്പോകൂ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുന്നു, 24 റിപ്പോർട്ടിംഗ് ഗംഭീരമായി. 48K വരെ ആളുകൾ കുടമാറ്റത്തിൻ്റെ വിവരണം കണ്ടു. PP ജെയിംസും S വിജയകുമാറുമായിരുന്നു വിവരണം നൽകിയത്. രാവിലെ മുതൽ തന്നെ 24ൻ്റെ കൂടെ തന്നെയായിരുന്നു മിനി ബാബുവിനെ പോലെയുള്ള ആളുകൾ. വളരെ സന്തോഷം. ഒരു ലോകമെമ്പാടുമുള്ള പൂരപ്രേമികൾ 24-നൊപ്പം തുടർന്നു എന്നറിയുമ്പോൾ നമുക്ക് സന്തോഷം. മന്ത്രവും മാജിക് വിദ്യകളും ഒന്നുമില്ലാതെയാണ് ഈ 48,000 ആളുകൾ ലൈവായിട്ട് നമ്മുടെ ഈ യൂട്യൂബിലൂടെ ഇത് കണ്ടുകൊണ്ടിരുന്നത്. അവർക്കും പ്രത്യേക നന്ദി. ഇനി നാളെ വെളുപ്പിന് 3 മണിക്ക് തത്സമയം 24-ൽ വെടിക്കെട്ടും കാണാം. അതോടെ പൂരം, ഈ വർഷത്തെ പൂരത്തിന് തിരിച്ചില വീഴും. കർണപുടങ്ങളിൽ കുളിർമഴ പെയ്യിച്ച് ഇലഞ്ഞിത്തറയിൽ ഇന്ന് മേളം പെയ്തിറങ്ങി. കിഴക്കൂട്ട് അനിയന്മാരാരും സംഘവും ഒരുക്കിയ പാറമേക്കാവിൻ്റെ മേളക്കാഴ്ച ജനലക്ഷങ്ങളെ പൂര ആവേശത്തിൻ്റെ പാരമ്യത്തിൽ എത്തിച്ചു. ഇലഞ്ഞിത്തറയിൽ പതികാലം തുടങ്ങി. കൊമ്പും കുഴലും ഇലത്താളവും ചെണ്ടകളും ചേർന്നു.
ഇടകാലത്തിലെത്തിയപ്പോൾ ഇലഞ്ഞിമരത്തിന്റെ തലയാട്ടം. മേളത്തിന്റെ കയറ്റിറക്കങ്ങളിൽ ആൾക്കൂട്ടം ആർപ്പു വിളിച്ചു, വിരലുകൾ വീശിച്ചുഴറ്റി. ഒടുവിൽ കലാശം. കിഴക്കൂട്ട് അനിയന്മാരും 400-ലേറെ വരുന്ന കൂട്ടരുമൊരുക്കിയ നാദവിസ്മയം. പാണ്ടിമേളത്തിന്റെ നിറതാളം. ഇനി ഒരാണ്ടിന്റെ കാത്തിരിപ്പ്. ടീം 24 തൃശൂർ. നമ്മളെല്ലാവരോടും ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചോളാൻ പറഞ്ഞപ്പോൾ വിനീത് നാരായണൻകുട്ടി ചോദിക്കുന്നു, അപ്പോൾ നിഖിൽ പ്രമേഷ് പേരിയാൻ വിട്ടുപോയതാ. നിഖിൽ വാങ്ങിച്ച് കഴിച്ചോട്ടൊരു ഐസ്ക്രീം മാത്രമല്ല വെളുപ്പിന് വെടിക്കെട്ടുമായിട്ട് അവിടെ അതുവരെ നിൽക്കണ്ടേ. അപ്പോൾ എല്ലാം അത്യാവശ്യമൊക്കെ കഴിച്ച് നമ്മുടെ വാർത്താ സംഘം തൃശ്ശൂരിൽ പൊളിച്ചു എന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയുന്നത്. നിങ്ങളുടെ പിൻബലമാണ് എല്ലാത്തിനും കാരണം എന്ന് ഞങ്ങൾ വളരെ വിനയത്തോടെ പറയട്ടെ. പൂരപ്പറമ്പിലെ ഇന്ന് മിന്നും താരമായവർ ആരുമല്ല, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു. ചെമ്പുക്കാവ് ദേശത്തിനൊപ്പമാണ് രാമചന്ദ്രൻ പൂരത്തിൻ്റെ ഭാഗമായത്. അതുപോലെ രാമചന്ദ്രന് ചുറ്റും ജനസഞ്ചയത്തിൻ്റെ നിറവ് ഇന്നും പ്രകടമായി. ആനപ്രേമികളുടെ ഒരേ ഒരു രാമൻ ചെമ്പൂക്കാവിലിറങ്ങി. കാർത്തികേയനി ദേവി ക്ഷേത്രത്തിന്റെ പടിപ്പുര കടന്ന് അകത്തേക്ക്. തിടമ്പ് ശിരസിലേന്തി പറ്റാനകളായി ലിബർട്ടി ഉണ്ണിക്കുട്ടനും കാശിനാഥനും. അവിലും മലരും മധുരവും നിറച്ച പറകളൊരുക്കി കാത്തിരുന്നു തട്ടകൾ. പ്രശാന്ത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വരുന്നതിന്റെ ഭാഗമാണ് ഈ ഇത്രയധികം ആളുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയൊരു സംഭവം ഇനി തുടർന്നും ഇങ്ങനെ നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ കമ്മിറ്റിയുടെയൊക്കെ ആഗ്രഹം. ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഫാനാണ്. പ്രത്യേകിച്ചും രാമനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പാലസ് റോഡിലൂടെ പാറമേക്കാവിന് മുന്നിലേക്ക്. ഭഗവതിയുമായി കിഴക്കേ ഗോപുരത്തിലൂടെ വടക്കുന്നാഥ സന്നിധിയിലേക്ക്. ഇവിടെ നിന്നും തെക്കേ ഗോപുരം കടന്ന് ഒരു നടത്തം. തിരികെ വന്ന ഗോപുരത്തിലൂടെ തട്ടകത്തിലേക്ക് മടക്കം. എവിടെ രാമനുണ്ടോ അവിടെ ആളുകളുണ്ട്, ആരവമുണ്ട്, ആവേശമുണ്ട്. അങ്ങനെ ഈ പൂരക്കാലത്തെയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അടയാളപ്പെടുത്തി. സുർജിത് അയ്യപ്പത്ത്, ടീം 24 തൃശൂർ. പൂരമൊക്കെ മറന്ന് ദേശീയ താല്പര്യമുള്ള ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. പാകിസ്ഥാൻ അതിർത്തിയിൽ അഭ്യാസ പ്രകടനം നടത്താൻ വ്യോമസേന തയ്യാറെടുക്കുന്നു. രാജസ്ഥാനിലെ അതിർത്തിയിലാണ് സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡ് നാളെ അഭ്യാസ പ്രകടനം നടത്തുക. മേഖലയിൽ നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് നമ്മുടെ വ്യോമസേനയുടെ അതിർത്തിയിലെ നീക്കങ്ങൾ? SK, നാളെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് രാജസ്ഥാനിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് അവിടെ ഇന്ത്യ ഒരു വ്യോമാഭ്യാസം നടത്താൻ പോകുന്നു എന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ വെസ്റ്റേൺ സൗത്ത് കമാൻഡാണ് ഇത്തരത്തിലൊരു വലിയ ഒരു അഭ്യാസം നടത്താൻ വേണ്ടി പോകുന്നത്. റഫേൽ അടക്കമുള്ള, അതായത് ഇന്ത്യയുടെ കൈവശമുള്ള ഏറ്റവും അത്യാധുനികമായ ഏറ്റവും കരുത്തുറ്റ വിമാനം റഫേൽ അടക്കമുള്ള വിമാനങ്ങളാണ് ഈ അഭ്യാസത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. നമുക്കറിയാം ഈ അതിർത്തിയിലാണ് ഇത് നടക്കാൻ പോകുന്നത്. പാകിസ്ഥാന്റെ തൊട്ടടുത്ത് പാകിസ്ഥാനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് എന്ന് തന്നെ പറയാം. ആ തരത്തിൽ ഒരു അഭ്യാസം നമ്മൾ നാളെ നടത്താൻ പോകുന്നു. ഇതിനു മുമ്പ് നമ്മൾ ഇത്തരം എക്സസൈസുകൾ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഈ തരത്തിൽ ഒരു പ്രാധാന്യത്തോടെ വ്യോമസേന നൽകിയിരുന്നില്ല, അറിയിച്ചിരുന്നില്ല. ഏതായാലും നാളെ വൈകിട്ട് 3:30 മുതൽ മറ്റന്നാൾ രാത്രി വരെയുള്ള സമയത്ത് ഈ മേഖലയിലൂടെ മറ്റു വിമാനങ്ങൾക്കോ മറ്റോ സഞ്ചരിക്കാനുള്ള അനുമതിയില്ല. കാരണം ആ തരത്തിലേക്ക് മാറുകയാണ് ആ ഒരു വ്യോമ അതിർത്തി അന്തരീക്ഷം എന്നതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നാളെ മോക്ക് ഡ്രില്ലും നടക്കുന്ന ദിവസമാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 1971 ശേഷം ഇത്തരമൊന്ന്, അതായത് അന്നൊരു യുദ്ധം നടന്നു,
പിന്നീട് നടന്ന യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അന്നൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പ്, ശക്തമായൊരു തയ്യാറെടുപ്പ് നമ്മുടെ രാജ്യം നടത്തുന്നുണ്ടെങ്കിൽ അത് ശക്തമായൊരു നീക്കത്തിന് മുന്നോടിയായി തന്നെ. കാരണം നാളെ വൈകിട്ട് 4 മണിയോടെയാണ് ഈ മോക്ക് ഡ്രിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. കേരളത്തിലും നടക്കുന്നുണ്ട്. കേരളത്തിലും കൊച്ചിയും ഒപ്പം തന്നെ തിരുവനന്തപുരവുമാണ് ഈ തരത്തിൽ ഈ സിവിൽ ഡിഫൻസ് ഡിസ്ട്രിക്ട്സായി കേന്ദ്ര സർക്കാർ പട്ടികയിൽ പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്ത് എല്ലായിടത്തും ഈ മോക്ക് ഡ്രിൽ നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നുമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് യഥാർത്ഥത്തിൽ ഈ കണ്ണൂരും തലശ്ശേരിയിലുമൊക്കെ ഈ വ്യോമാക്രമണം പേടിച്ചുകൊണ്ട് അത്തരമൊരു സാഹചര്യം മുന്നിൽ കണ്ട് തയ്യാറെടുപ്പുകൾ നടത്തി എന്ന് ചരിത്ര രേഖകളിലൊക്കെ കാണാൻ കഴിയും. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്ക് ഇത്തരമൊരു തയ്യാറെടുപ്പോ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിന് വേണ്ടിയുള്ള ഒരുക്കമോ ഒന്നും തന്നെ നമുക്ക് പരിചിതമല്ല. അതുകൊണ്ട് കേരളത്തിന് കൂടി ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് നാളെ. ആ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ, ഒരു വ്യോമാക്രമണം ഉണ്ടായാൽ എങ്ങനെ നമ്മുടെ സിവിലിയൻസ് രക്ഷപ്പെടണം, അവർക്ക് എവിടെയൊക്കെ ഒളിക്കാൻ വേണ്ടി കഴിയും, ഈ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളത് തരത്തിൽ ബങ്കറുകളും മറ്റും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എവിടെ ഒളിക്കാം, മാത്രമല്ല ഈ തന്ത്രപ്രധാനമായ ഇടങ്ങളെയൊക്കെ എങ്ങനെ ഒളിപ്പിച്ച് നിർത്താം, ശത്രുവിൻ്റെ കണ്ണിൽ നിന്നും എങ്ങനെ മാറാം, മാത്രമല്ല ഈ സമയത്ത് ഏത് തരത്തിലായിരിക്കണം ആശയവിനിമയം എന്ന അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം നാളെ നമ്മുടെ രാജ്യം നൽകാൻ വേണ്ടി പോകുന്നത്. അതിനുള്ള ചർച്ചകൾ ഇന്ന് യഥാർത്ഥത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ നടന്നതാണ്. ആഭ്യന്തര സെക്രട്ടറി വിവിധ സംസ്ഥാനങ്ങളുടെ ചീഫ് സെക്രട്ടറിമാർ അടക്കമുള്ളവരെ ഈ യോഗത്തിലേക്ക് വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിയതാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായതാണ്. ഇന്നിപ്പോൾ ജമ്മു കാശ്മീരിൽ ചില സ്കൂളുകളും ആശുപത്രികളും ഒക്കെ മോക്ക് ഡ്രിൽ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അത്തരം തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ദില്ലിയിലെ ചിലയിടങ്ങളിലൊക്കെ ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ കുറച്ചധികം പോലീസ് വിന്യാസം കാണാൻ കഴിയുന്നുണ്ട്. കൊണാർട്ട് പ്ലേസ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിൽ അധികമായി പോലീസിന് വിന്യസിച്ചതും കാണാൻ കഴിയുന്നുണ്ട്. താങ്ക് യു. ശ്രീനാഥ് മുംബൈയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വ്യോമസേന നോ ഫ്ലൈ സോണായിട്ട് പ്രഖ്യാപിച്ചു അതിർത്തിയിൽ. അവിടെ നാളെ അഭ്യാസ പ്രകടനം ഉണ്ടാകും. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. രാജ്യവ്യാപകമായി 259 ഇടങ്ങളിലാണ് മോക്ക് ഡ്രിൽ നടത്തുക. സംസ്ഥാന വ്യാപകമായി നാളെ മോക്ക് ഡ്രിൽ നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. യുദ്ധ സാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് മോക്ക് ഡ്രിൽ. 1971 ശേഷം ആദ്യമായാണ് ഇത്തരമൊരു നടപടിക്ക് രാജ്യം സാക്ഷിയാവുന്നത്. രാവിലെ 11 മണിയോടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുടെ യോഗം വീഡിയോ കോൺഫറൻസിലൂടെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വിളിച്ചു ചേർത്തു. ദേശീയ ദുരന്ത നിവാരണ സേന അടക്കമുള്ള വിവിധ ഏജൻസികളുടെ തലവന്മാരും യോഗത്തിലുണ്ടായിരുന്നു. വ്യോമാക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴി, തന്ത്രപ്രധാന സ്ഥാപനങ്ങളെ ശത്രുവിന്റെ കണ്ണിൽ നിന്നും മറയ്ക്കുക, അടിയന്തര സാഹചര്യത്തിൽ ആശയവിനിമയം തുടങ്ങി ജനങ്ങൾക്ക് നൽകേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു. കേന്ദ്രം തയ്യാറാക്കിയ സിവിൽ ഡിഫൻസ് ജില്ലകളുടെ പട്ടികയിൽ തിരുവനന്തപുരവും എറണാകുളവുമുണ്ട്. എന്നാൽ നാളെ സംസ്ഥാന വ്യാപകമായി തന്നെ മോക്ക് ഡ്രിൽ നടത്തുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പ്. കേരളത്തിലെ ഡാമുകളുടെ സുരക്ഷ കൂട്ടാനുള്ള നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വീണ്ടും ചർച്ച നടത്തി. 12 മണിക്കൂറിനിടെ 2ാം തവണയായിരുന്നു കൂടിക്കാഴ്ച. 24 ഡൽഹി. സൂരജ് മാറനാട് പറയുന്നു, ആരൊക്കെ ബോട്ട് ഇറക്കിയാലും 24ന്റെ പ്രേക്ഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. SKN അതൊക്കെ ഇന്ന് തെളിഞ്ഞതാണ്. 48,000 ആൾക്കാർ അവസാന കുടമാറ്റം കണ്ടുകൊണ്ട് യൂട്യൂബിലുണ്ടായിരുന്നു. ഷമി വരെ SKN ഇങ്ങനെ പന്തിയിൽ പക്ഷം പാടില്ല. ഞങ്ങൾ സ്ഥിരം പ്രേക്ഷകർ കണ്ണും മിഴിച്ച് രാവിലെ മുതൽ 24ന്റെ മുന്നിൽ തന്നെയുണ്ട്. താങ്കൾ ഞങ്ങളെ കണ്ടില്ലല്ലോ, സങ്കടമുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഞാൻ കാണുന്നുണ്ടായിരുന്നു. ത്രൂ ഔട്ട് സമയം ഞാൻ സ്റ്റുഡിയോയിലും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണാതെ നമ്മൾ ആരെയാണ് കാണുക? അപ്പോൾ നാളെ മോക്ക് ഡ്രില്ലുണ്ട്. നാളത്തെ മോക്ക് ഡ്രില്ല് എല്ലാ ജില്ലാ സ്ഥാനത്തും മോക്ക് ഡ്രില്ലുണ്ട്. എന്തൊക്കെയാണ് മോക്ക് ഡ്രില്ലിലൂടെ നാളെ നടക്കാൻ പോകുന്നത്? ഒരു എക്സ്പ്ലെയിനറുമായി നമുക്ക് വിശദീകരണം നൽകാൻ പ്രജിൻസി കണ്ണൻ എത്തുന്നു. ഓവർ ടു പ്രജിൻസി കണ്ണൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ യുദ്ധസജ്ജമായി ഇന്ത്യ. യുദ്ധമുണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ മുൻകരുതൽ ജനം സ്വീകരിക്കണം എന്ന് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് നാളെ രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് മുമ്പായിരുന്നു മോക്ക് ഡ്രിൽ നടത്തിയത്. നാളെ വൈകിട്ട് 4 മണിക്കാണ് മോക്ക് ഡ്രിൽ. എന്താണ് മോക്ക് ഡ്രിൽ എന്നും പൊതുജനങ്ങൾ എന്തു ചെയ്യണമെന്നും വിശദമായി അറിയാം. ആക്രമണമുണ്ടായാൽ സ്വയം സുരക്ഷ ഉറപ്പാക്കാനുള്ള ബോധവൽക്കരണമാണ് മോക്ക് ഡ്രില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. ആംബുലൻസുകളും ആശുപത്രികളും സജ്ജമാക്കും. അതത് ജില്ലകളിലെ കളക്ടർമാരും ജില്ലാ ഫയർ ഓഫീസർമാരുമാണ് മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകുന്നത്. ഇനി എങ്ങനെയാണ് മോക്ക് ഡ്രിൽ നടക്കാൻ പോകുന്നത് എന്നുകൂടി നോക്കാം. പൊതുസ്ഥലങ്ങളിൽ ആദ്യം എമർജൻസി സൈറൺ മുഴങ്ങും. ശത്രുരാജ്യം വ്യോമാക്രമണം നടത്താൻ ശ്രമിച്ചാൽ നൽകുന്ന മുന്നറിയിപ്പ് സംവിധാനമാണിത്. എയർ റെയ്ഡ് വാർണിംഗ് സൈറൺ എന്നാണ് പറയുക. യുക്രൈൻ, റഷ്യ, ഇസ്രയേൽ, പലസ്തീൻ യുദ്ധസമയങ്ങളിൽ ഒക്കെ ജനങ്ങളെ സൈറൺ നൽകി വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന കാഴ്ചയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. സ്ഥിരമായി യുദ്ധമുണ്ടാകുന്ന ഇടങ്ങളിൽ ബങ്കറുകളിലേക്കാണ് സുരക്ഷയ്ക്കായി ജനങ്ങൾ മാറുക. നാളെ
മോക്ക് ഡ്രില്ലിൽ സൈറൺ കേൾക്കുമ്പോൾ ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നാണ് നിർദ്ദേശം. വലിയ കെട്ടിടങ്ങളുടെ മുകളിൽ ഉള്ളവർ ഉൾപ്പെടെ ബേസ്മെന്റ് പാർക്കിംഗ് സ്ഥലങ്ങളിലേക്ക് മാറണം. പാർക്ക് പോലുള്ള പൊതു ഇടങ്ങളിൽ നിൽക്കാൻ പാടില്ല. ജനങ്ങളെ സഹായിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുമുണ്ടാകും. മോക്ക് ഡ്രില്ലിൽ പൗരന്മാർ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ യുദ്ധസമയത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചേക്കാം. ഇതിൽ പ്രധാനമാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക എന്നത്. കുറച്ചു നേരത്തേക്കെങ്കിലും വൈദ്യുതി ബന്ധത്തിൽ തകരാറുണ്ടായേക്കാം. ഫോൺ സിഗ്നലുകൾക്കും ഈ ഘട്ടത്തിൽ തകരാർ സംഭവിച്ചേക്കാം. ഭാവിയിൽ ആക്രമണം ഉണ്ടായാൽ ജനങ്ങൾ ആശങ്കപ്പെടാതെ മോക്ക് ഡ്രിൽ പറയുന്നത് പോലെ പ്രവർത്തിക്കണം. നാളെ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന മോക്ക് ഡ്രിൽ പൊതുജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. ചെനാബ് നദിയിലെ ജലം ഇന്ത്യ തുറന്നുവിട്ടതിന് പിന്നാലെ പാകിസ്ഥാനിൽ പ്രളയ മുന്നറിയിപ്പ്. സിയാൽകോട്ട് അടക്കം പഞ്ചാബ് പ്രവിശ്യയിലാണ് മുന്നറിയിപ്പ്. അതിനിടെ ഇനി ഇന്ത്യയുടെ വെള്ളം രാജ്യത്തിനകത്ത് തന്നെ പ്രയോജനപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് പ്രൈം ടൈമിൽ. ബൽറാം, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചത്? SKN, ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഇന്ത്യ എടുത്ത കടുത്ത നടപടികളിൽ ആദ്യത്തേതായിരുന്നു സിന്ധു നദീജല കരാറിൽ നിന്നും പിന്മാറാനുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ ആ കരാർ റദ്ദാക്കാനുള്ള തീരുമാനം. ഇതോടുകൂടി പാകിസ്ഥാന് ദീർഘകാലത്തേക്കു തന്നെ കനത്ത തിരിച്ചടി ഇതിലൂടെ ഉണ്ടാകും എന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നുവെങ്കിൽ തൊട്ടടുത്ത മണിക്കൂറുകൾ മുതൽ തന്നെ പാകിസ്ഥാന് അത് വലിയ പ്രതിസന്ധി ഈ മേഖലയിൽ സൃഷ്ടിച്ചു എന്നുള്ളത് പിന്നീട് വ്യക്തമായി. അതിന്റെ തുടർച്ചയായുള്ള നടപടിയാണ് കഴിഞ്ഞ 24 മണിക്കൂറിലേറെയായി അടച്ചിട്ടിരുന്ന ചെനാബ് നദിയിലെ വെള്ളം ഇന്ത്യ തുറന്നുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ കരാർ റദ്ദാക്കിയതിലൂടെ കൂടി ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്നുള്ളത് ഈ നദിയിലെ ജലം തുറന്നുവിടുന്നതോ അടയ്ക്കുന്നതോ ആയി ബന്ധപ്പെട്ടുള്ള യാതൊരു ആശയവിനിമയവും പാകിസ്ഥാന് നടത്താൻ ഇന്ത്യക്ക് ബാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിലുള്ള ഡാമിലെ വെള്ളം അത് ഇന്ത്യക്ക് തോന്നുന്ന സമയത്ത് തുറന്നുവിടാം, തോന്നുന്ന സമയത്ത് അടയ്ക്കാം എന്നുള്ള സാഹചര്യം ഉണ്ടാകും. അത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നതും. ഇത് പാകിസ്ഥാന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. ചെനാബ് നദിയിലെ വെള്ളം 24 മണിക്കൂറിലേറെ അടച്ചിട്ട ശേഷം ആ ഭാഗത്ത് വരൾച്ച ബാധിച്ചിരുന്നു മണിക്കൂറുകൾ കൊണ്ട് തന്നെ. അതിനുശേഷം തുറന്നുവിടുകയായിരുന്നു. ഇത് പാകിസ്ഥാൻ ഇതിനെ തുടർന്ന് ഒരു പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പഞ്ചാബ് പ്രവിശ്യയിൽ പ്രത്യേകിച്ച് സിയാൽകോട്ട് മേഖലയിൽ ഈ ചെനാബ് നദി ഒഴുകുന്ന തീരങ്ങളിലാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അടക്കമുള്ളവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കൂടാതെ പോലീസ് അടക്കമുള്ള മറ്റ് രക്ഷാ ഏജൻസികൾക്കും ഈ മേഖലയിൽ ശ്രദ്ധ പുലർത്തണം എന്നും നദീതീരത്ത് പോകാൻ പാടില്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ നൽകിയിരിക്കുന്നു. അതേസമയം ഇന്ത്യയിലെ ജലം അത് ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കാൻ ഉള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നും അതിന്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതേസമയം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചതിന്റെ തുടർ നടപടികളും രാജ്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സൈനിക അഭ്യാസം അടക്കമുള്ള നടപടികളിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിർത്തിയിലും കനത്ത ജാഗ്രത തന്നെ പുലർത്തുന്നു. ഈ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലെ അതിർത്തി മേഖലകളിൽ സൈനിക വിന്യാസം പൂർത്തിയായിരിക്കുകയാണ്. കനത്ത ജാഗ്രത സൈന്യം പുലർത്തുകയാണ്. അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി പ്രകോപനവും ഉണ്ടാകുന്നു. കഴിഞ്ഞ രാത്രിയിലും ഇന്ത്യയുടെ 8 പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ പ്രകോപനപരമായി വെടിയുതിർത്തു. അതിന് തക്കതായ തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് ശ്രീനഗറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്ന് കെ അനിൽകുമാർ ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. രാജസ്ഥാൻ മോക്ക് ഡ്രിൽ ജയ്പൂർ ഉൾപ്പെടെ 28 നഗരങ്ങളിൽ നാളെ ബ്ലാക്കൗട്ടാണ്. സൈറൺ റിഹേഴ്സലുകൾ പൊതുജന സഹകരണം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അക്ഷയ് ഉമേഷ് പറയുന്നു, SK ഇന്ന് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. അപ്പോൾ പല ദിവസങ്ങളിലും നമ്മൾ കൂടുതൽ ജോലി ചെയ്താൽ ക്ഷീണിക്കില്ലേ? മുഹമ്മദ് അക്ഷറ പറയുന്നു 24 ചാനലിൽ 70 ലക്ഷം സബ്സ്ക്രൈബേഴ്സായി. അങ്ങനെ ഒരു സന്തോഷ വാർത്ത ഇന്നുണ്ടായി. നിങ്ങൾക്കറിയുന്ന പോലെ ശരിക്കും നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ട് 6-6.5 വർഷമേ ആയിരുന്നുള്ളൂ. ഈ ഡിസംബർ 8-ാം തീയതിയാണ് നമ്മൾ 7-ാം കൊല്ലത്തിലേക്ക് കടക്കുന്നത്. 7 കൊല്ലത്തിലേക്ക് എത്താൻ നമുക്കിനി 6-7 മാസങ്ങൾ ബാക്കിയാണ്. എന്നിട്ട് നമ്മൾ 7 മില്യൺ 70 ലക്ഷത്തിലേക്ക് കടന്നു കഴിഞ്ഞു. 70 ലക്ഷം കടന്നു. അപ്പം നമുക്ക് അടുത്ത 7-ാം വർഷം ആഘോഷിക്കുമ്പോൾ നമുക്ക് 8 മില്യണിലേക്ക് കടക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നമുക്കത് കഴിയും. കാരണം 3 മാസം കൊണ്ട് 10 ലക്ഷം ആൾക്കാരൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വന്നു എന്ന് പറയുമ്പോൾ കുത്തനെ കൂടുകയാണ്. അപ്പോൾ ഇതിൽ മന്ത്രവിദ്യയോ ബോട്ടിങ്ങോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സാണ്. ഈ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് നമ്മുടെ കണ്ടൻറ്റിൻ്റെയും ക്വാളിറ്റിയും അതുപോലെ പ്രേക്ഷകരുടെ മഹാമനസ്കതയും അവരുടെ പിൻബലവുമാണെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. അപ്പോൾ മറ്റൊരു
വാർത്തയിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ UN രക്ഷാസമിതിയിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടുപോയി. മിസൈൽ പരീക്ഷണങ്ങളിൽ പാകിസ്ഥാനോട് അംഗരാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ സുരക്ഷാ സമിതി തള്ളിക്കളഞ്ഞു. രാജ്യാന്തര തലത്തിൽ അനുകൂല നിലപാട് നേടിയെടുക്കാനുള്ള പാക് ശ്രമത്തിന് തിരിച്ചടി. 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ചകളിൽ സുരക്ഷാ സമിതി അംഗങ്ങൾ ഭീകരാക്രമണത്തെ അപലപിച്ചു. ആണവ ഭീഷണി മുഴക്കിയതിനെയും സുരക്ഷാ സമിതി വിമർശിച്ചു. പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണങ്ങളിൽ അംഗരാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടന ലഷ്കർ ഇ തൊയ്ബയുടെ പങ്കിനെക്കുറിച്ച് ചർച്ചകളുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് രക്ഷാസമിതി അംഗങ്ങൾ പാകിസ്ഥാനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു. പാകിസ്ഥാന്റെ ആവശ്യപ്രകാരം ചൈന നിർദ്ദേശിച്ചതനുസരിച്ചായിരുന്നു UN രക്ഷാസമിതി യോഗം ചേർന്നത്. രഹസ്യയോഗമായിരിക്കണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. പ്രൈം ടൈം തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു അലോക് രാമചന്ദ്രൻ ചോദിക്കുന്നു, വാറിൻ്റെ അപ്ഡേറ്റ് ചോദിക്കുന്നു. വാറൊന്നും ആയിട്ടില്ല, നമ്മൾ അങ്ങനെ വിചാരിച്ചു കളയരുത്. ഒരു യുദ്ധസമാന സാഹചര്യം അതിർത്തികളിലൊക്കെ ഉണ്ട്. മാത്രമല്ല നമ്മുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളൊക്കെ ലംഘിച്ച് അവർ പല അക്രമങ്ങളും നടത്തുന്നു പാകിസ്ഥാൻ എന്ന രീതിയിൽ അതിർത്തിയിൽ നിന്ന് വാർത്ത വരുന്നുണ്ട്. നമ്മുടെ സൈന്യം അവരെ നന്നായി ചെറുക്കുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വളരെ സുഖകരമല്ലാത്ത രീതിയിലുള്ളൊരു കാലാവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം 26 നിരപരാധികളെ കൊലപ്പെടുത്തിയത് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങ് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയില്ല. നമ്മൾ ക്ഷമിച്ചാൽ ഇനി അവർക്ക് 48 പേരെ കൊല്ലണമെന്നുള്ള മോഹം ഉണ്ടാകും. അപ്പോൾ ചോരയ്ക്ക് ചോരയല്ല മറുപടിയെങ്കിൽ പോലും ഒരു കനത്ത തിരിച്ചടി അവർ അർഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇന്ത്യയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കൊന്ന് മുട്ടുപറയ്ക്കണം. മറ്റൊരു വാർത്തയിലേക്ക്. IAS തലപ്പത്ത് അഴിച്ചുപണി. അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് വനംവകുപ്പിൻ്റെ അധിക ചുമതല കൊടുത്തു. പൊതുഭരണ വകുപ്പ് സെക്രട്ടറി KR ജ്യോതിലാലിനെ ധനകാര്യ സെക്രട്ടറിയായി നിയമിച്ചു. ഡോക്ടർ അദീല അബ്ദുള്ളയ്ക്ക് തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ ചുമതല കൂടി നൽകിയിട്ടുണ്ട്. R. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കൂടുതൽ വിവരങ്ങൾ. നമസ്കാരം. ധനസെക്രട്ടറി ആയിരുന്ന ഡോക്ടർ A. ജ്യോതിലാലിന് സംസ്ഥാനത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആയതോടെയാണ് IAS തലപ്പത്ത് ഒരു കാര്യമായ അഴിച്ചുപണി വേണ്ടി വന്നത്. ജ്യോതിലാൽ ചീഫ് സെക്രട്ടറി ആയതോടെ ധനകാര്യ വകുപ്പിൻ്റെ തലപ്പത്തെ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ KR ജ്യോതിലാലിനെ നിയമിച്ചിരിക്കുന്നത്. KR ജ്യോതിലാലിനെ ധനകാര്യ വകുപ്പിന് ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു. നേരത്തെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വനം വകുപ്പ് അടക്കമുള്ള വകുപ്പുകളിലേക്ക് ഈ വിശ്വനാഥ് സിൻഹയെ അടക്കമുള്ള ആളുകളെ നിയമിച്ചിട്ടുണ്ട്. ഈ വിശ്വനാഥ് സിൻഹ ഇപ്പോൾ ഹോം സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് അതിന് അധിക ചുമതലയായിട്ടാണ് ഇപ്പോൾ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൻ്റെ ചുമതല കൂടി നൽകുന്നത്. പുനീത് കുമാർ IAS ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൻ്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന് LSTDയുടെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു. അതിനൊപ്പം തന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് അടക്കമുള്ള ചുമതലകൾ അദ്ദേഹത്തിന് മേൽ തുടരും. പുതിയ KSCB ചെയർമാൻ ബിജു പ്രഭാകർ വിരമിച്ച ഒഴിവിലേക്ക് പുതിയ KSCB ചെയർമാനെയും നിയമിച്ചിട്ടുണ്ട്. യുവ IAS ഉദ്യോഗസ്ഥനായ മിർ മുഹമ്മദാണ് KSCBയുടെ തലപ്പത്തേക്ക് നിയമിതനായിരിക്കുന്നത്. അദീല അബ്ദുള്ളയെ തദ്ദേശഭരണ വകുപ്പിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. K. ബിജു IAS ഇപ്പോൾ പൊതുമരാമത്ത് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് പൊതുഭരണ വകുപ്പിൻ്റെ കൂടി ചുമതല നൽകി. അങ്ങനെ കാര്യമായ മാറ്റങ്ങളാണ് ഇന്ന് IAS തലപ്പത്ത് സർക്കാർ വരുത്തിയിരിക്കുന്നത്. പ്രൈം ടൈമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. 24 പരമ്പര ആരംഭിക്കുന്നു. നായപ്പീടിയിൽ നാട്. തെരുവുനായ അക്രമങ്ങളിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് കൊച്ചി നഗരത്തിലെ പല ഭാഗങ്ങളും. അത്തരം ഒരു മനുഷ്യൻ്റെ അതിജീവന കഥയും ഒപ്പം എറണാകുളം ജില്ലയിലെ നിലവിലെ സാഹചര്യവും നമുക്കൊന്ന് പരിശോധിക്കാം. കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ കണ്ടത് കഴിഞ്ഞ ദിവസം എറണാകുളം അയ്യപ്പൻകാവിൽ നിന്ന് വന്ന ഭയാനകമായ ദൃശ്യമാണ്. റോഡിലൂടെ സഞ്ചരിച്ച വിദ്യാർത്ഥിയെ തെരുവ് നായ അതിക്രൂരമായി ആക്രമിക്കുന്നു. പിന്നീട് ഈ നായ മരണപ്പെടുന്നു. മരണത്തിന് ശേഷമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പേവിഷബാധയുണ്ട് എന്ന് കണ്ടെത്തിയത്. ഈ നായ ഏതാണ്ട് 5ഓളം പ്രദേശവാസികളെ കടിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്തായാലും ഈ സ്ഥലത്ത് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ മാത്രം 20,000-ഓളം തെരുവ് നായ്ക്കളാണുള്ളത്. ജില്ലാ തലത്തിൽ നടത്തുന്ന ABC കേന്ദ്രത്തിൽ നായ്ക്കളെ വന്ധ്യംകരിക്കുന്നതിന് നഗരസഭകൾ 1,500 രൂപ വീതം നൽകണം. കഴിഞ്ഞ മാർച്ച് 21-ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി മന്ത്രി OR കേളു നിയമസഭയിൽ നൽകിയ കണക്ക് പ്രകാരം 15 കേന്ദ്രങ്ങൾ മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു കഥയിലേക്ക്. 2022 ഒക്ടോബർ മാസം 22-ാം തീയതി കളമശ്ശേരി തൃക്കാക്കര നിവാസികൾ ഉറക്കമെഴുന്നേറ്റത് ഞെട്ടിക്കുന്ന വാർത്ത കേട്ട്. തെരുവുനായ ആക്രമണത്തിൽ 9 പേർക്ക് ഗുരുതര പരിക്ക്.
പേവിഷബാധയുണ്ടെന്ന് സംശയം. സംഭവം നടന്ന് 3 വർഷം പിന്നിട്ടിട്ടും തൃക്കാക്കരയിലും കളമശ്ശേരിയിലും കൊച്ചിയിലുമൊക്കെ നിരന്തരമായി ഈ പ്രശ്നം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തെരുവുനായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൃക്കാക്കര സ്വദേശി അബ്ദുൽ കരീം 24നോടൊപ്പം ചേരുകയാണ് താൻ അനുഭവിച്ച പ്രതിസന്ധികളും പ്രശ്നങ്ങളും പങ്കുവയ്ക്കാൻ. സുഹൃത്തുക്കൾക്കൊപ്പം പ്രഭാത നടത്തത്തിനിടയിലാണ് അബ്ദുൽ കരീം തെരുവുനായ ആക്രമണത്തിനിരയായത്. കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കൂടെ ഉണ്ടായിരുന്നതിനാൽ സൃഷ്ടിച്ചത് വലിയ ആശങ്ക. ഒരു പ്രകോപനവും ഇല്ലാതെ നമ്മൾ അറിയുന്ന പോലുമില്ല, പുറകിൽ നിന്ന് നായ വരുന്നത് നമ്മൾ അറിയുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ പുറകിൽ കൂടി വന്നിട്ട് പെട്ടെന്ന് ഞാൻ മുണ്ടാണ് ഉടുത്തിരുന്നത്. അപ്പോൾ കാലിൻ്റെ പാദത്തിന് തൊട്ട് മുമ്പിലായിട്ട് മുട്ടിന് താഴെയായിട്ട് നല്ല ശക്തമായിട്ട് 2 പല്ലും ഏൽക്കുന്ന രീതിയിലുള്ള കടിയാണ് ഉണ്ടായത്. അപ്പോൾ കടിച്ച് ഞാൻ പെട്ടെന്ന് വീണുപോയി. വീണ ഉടനെ തന്നെ നായ പിടിവിട്ടിട്ട് മുന്നോട്ട് വേറൊരാൾ, ഒരു ടാക്സിക്കാരൻ വന്നിട്ട് നായയെ ഓടിക്കുകയാണ് ഉണ്ടായത്. ആ ഭീതിയിൽ നിന്ന് കരീം ഇപ്പോഴും കരകയറിയിട്ടില്ല. ദിനംപ്രതി ആക്രമണം ഉണ്ടായിട്ടും സർക്കാർ എവിടെയെന്നും ചോദ്യം. സൈക്കോളജി ട്രോമയൊക്കെ വെച്ചാൽ 1 മാസം, അതായത് നായ കടിച്ചതിന് ശേഷം 1 മാസം ഉറങ്ങിയിട്ടില്ല. രാത്രി എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുകയും വെറുതെ ഇരുന്ന് ഞങ്ങൾ മറ്റേ ഖുർആനൊക്കെ, ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളൊക്കെ ഓതുകയും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ടായത്. ആശങ്ക ഇപ്പോഴും അകലുന്നില്ലെന്ന ഭാര്യ സൈനബ. കുറച്ച് വായിക്കുന്നൊക്കെ ആളായതുകൊണ്ട് ഈ പട്ടി കടിച്ചിട്ട് സെല്ലിൽ കിടക്കുന്ന ആ ഒരു അനുഭവം അതൊക്കെ പുള്ളി ഇങ്ങനെ ഇമാജിൻ ചെയ്യുമായിരുന്നു. ഭയങ്കര ഓവർ തിങ്കിങ് ആയിരുന്നു. ഓവർ തിങ്കിങ് വന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 മാസത്തേക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞങ്ങളെയും തീറ്റിച്ചു. അബ്ദുൽ കരീം ഒരു ഉദാഹരണം മാത്രമാണ്. നമുക്കിടയിൽ നിരവധി ആളുകൾ ഇത്തരത്തിലേക്ക് പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. നടുറോഡിൽ തെരുവുനായ്ക്കൾ പിച്ചി ചീന്തിയ ഒരുപാട് ജീവിതങ്ങൾ. ഇനിയും ഇത് തുടരുതെന്ന് മാത്രമാണ് അബ്ദുൽ കരീം ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. സർക്കാർ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം. കൊച്ചിയിൽ നിന്നും മാഹിൻ ജാഫറിനും വിഷ്ണു കച്ചേരിക്കുമൊപ്പം YS അഭിനന്ദ്, 24. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പേവിഷബാധയ്ക്കെതിരായ വാക്സിൻ പൂർണ്ണമായും ഫലപ്രദമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. വാക്സിൻ്റെ ഫലപ്രാപ്തിയെ സംശയിക്കേണ്ട കാര്യമില്ലെന്ന് ഈ പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ചിന്ത 24നോട് പറഞ്ഞു. 24 ബ്രേക്കിംഗ്. വാക്സിൻ എടുത്തവരിൽ ആൻറ്റിബോഡി ടൈറ്റർ എത്ര കണ്ടുണ്ട്, അതായത് പ്രൊട്ടക്റ്റീവ് ലെവൽ ഓഫ് ആൻറ്റിബോഡി ടൈറ്റർ ഉണ്ടോ എന്നുള്ളൊരു പഠനമാണ് നമ്മൾ നടത്തിയത്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാരും മൃഗസംരക്ഷണ വകുപ്പിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഡിസീസസ് പാലോട്, അവിടെ ഡോക്ടർ അപർണയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരും ചേർന്ന് നമ്മളൊരു കൊളാബറേഷനിലാണ് ഈ സ്റ്റഡി നടത്തിയത്. സ്റ്റോറേജ് ഒക്കെ റേബീസ് വാക്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു ഫോക്കസ് കൊടുക്കേണ്ട കാര്യമല്ല. കാരണം സ്റ്റോറേജ്, റേബീസ് വാക്സിൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള വാക്സിനാണ്. ഈ സമയത്ത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വാക്സിൻ എടുത്തവരുടെ മുഴുവൻ ആളുകൾക്കും, അതായത് 100% ഈ പ്രൊട്ടക്റ്റീവ് ആൻറ്റിബോഡി ടൈറ്റർ 0.5 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ml കൂടുതലുണ്ട്. ഈ വാക്സിൻ നേരത്തെ വാക്സിൻ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവരുടെ ശരീരത്തെ ആന്റിബോഡി കാണും. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരും. ഉമേഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരെയും വേദനിപ്പിച്ച കാര്യമാണ് വാക്സിൻ എടുത്തിട്ട് 3 കുട്ടികൾ പേവിഷബാധ ബാധിച്ച് മരിക്കുന്ന സാഹചര്യം. അപ്പോഴെല്ലാം ഈ വാക്സിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് ഉയർന്നു. വാക്സിൻ ഫലപ്രദമാണോ, ഒപ്പം വാക്സിൻ നമ്മൾ സൂക്ഷിക്കുന്ന രീതിയെല്ലാം കറക്റ്റാണോ എന്നിവയെല്ലാമായിരുന്നു ഈ ചർച്ചയ്ക്ക് പ്രധാനമായി ഉണ്ടായ ചോദ്യങ്ങൾ. എന്തായാലും ആ ചോദ്യങ്ങളെല്ലാം അസ്ഥാനത്താണെന്നാണ് ഈ വിഷയം 2 വർഷം നീണ്ടുനിന്ന പഠനത്തിൻ്റെ ഫലമായി കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ. അതുപ്രകാരം 150 പേരെയാണ് ഇത്ര സാമ്പിളായി എടുത്തത്. 150 പേർ വാക്സിൻ സ്വീകരിച്ച 150 പേരിൽ പഠനം നടത്തി. ഇതിൽ 5 വർഷത്തിന് മുൻപ് വാക്സിൻ എടുത്തവരിൽ എല്ലാവർക്കും 100% വാക്സിൻ എടുക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ആൻറ്റിബോഡികൾ കൃത്യമായി ഉണ്ടായിട്ടുണ്ട്. അതിൽ 20 വർഷം മുൻപ് വരെയുള്ള മുഴുവൻ ആളുകളെയും 150 പേരെയും പരിശോധിച്ചപ്പോൾ 93% പേർക്കും ഈ ശരീരത്തിൽ ആൻറ്റിബോഡി സാന്നിധ്യം ഉണ്ടായിരുന്നു. അതായത് 20 വർഷത്തിന് ശേഷമുള്ളവർക്ക് പോലും ശരീരത്തിൽ 20 വർഷം മുൻപ് എടുത്ത റാബീസ് വാക്സിൻ്റെ ആൻറ്റിബോഡികൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഈ രീതിയിൽ വാക്സിൻ്റെ ഫലപ്രാപ്തിയെ സംശയിക്കേണ്ടതില്ല എന്നുള്ള
ഒരു കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൂടാതെ മറ്റൊരു ചോദ്യം, നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതി, അതായത് വാക്സിൻ സൂക്ഷിക്കുന്നത്, വാക്സിൻ സൂക്ഷിക്കുന്ന ടെമ്പറേച്ചർ തുടങ്ങിയവയെല്ലാം കൃത്യമാണോ എന്നുള്ളതാണ്. അത് കൃത്യമാണ് എന്നുള്ളതാണ് തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലടക്കം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് 2 ദിവസമെങ്കിലും നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ പോലും വാക്സിൻ്റെ ഘടനയിൽ മാറ്റം വരുന്നില്ല. അതുകൊണ്ട് തന്നെ വാക്സിൻ ഇപ്പോൾ ഒരു PHCയിലോ മറ്റോ സൂക്ഷിക്കുമ്പോൾ കറണ്ട് പോയാൽ, അല്ലെങ്കിൽ കറണ്ടിൻ്റെ ബാക്കപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കുമ്പോൾ കറണ്ട് പോയാൽ ഇതിൻ്റെ ഫലപ്രാപ്തി കുറയുമോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം പലരും പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം അസ്ഥാനത്താണെന്നാണ് ഈ പഠനത്തിൻ്റെ കണ്ടെത്തൽ. എന്തായാലും ഈ പഠനപ്രകാരം മറ്റൊരു സുപ്രധാനമായ ശുപാർശയുണ്ട്. അതായത് 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നേരത്തെ തന്നെ, അതായത് ഏതെങ്കിലും മൃഗം കടിച്ച് വാക്സിൻ എടുക്കുന്നതിന് മുൻപ് തന്നെ മറ്റു വാക്സിൻ ചെറിയ പ്രായത്തിൽ എടുക്കുന്നത് പോലെ പ്രീ വാക്സിനേഷൻ തുടങ്ങണമെന്നുള്ള ശുപാർശ ഈ സംഘം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. SKN. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഗുഡ് നൈറ്റ്.